ഡോക്ടർ പി ജെ വിൻസെൻ്റ് ചേരുന്നുണ്ട്. അദ്ദേഹത്തെ ലൈവിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ടെലിഫോൺ ലൈനിൽ അദ്ദേഹമുണ്ട്. ഞാനിത് പറയുമ്പോൾ തന്നെ ഡോക്ടർ പി ജെ വിൻസെൻ്റ്, ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടി, അതുപോലെ അവിടെ നടന്ന ഉഭയകക്ഷി ചർച്ചകൾ, ഇതിനെല്ലാം വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നു. അവിടെ പോകുമ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ മാത്രമല്ല കണ്ടത്. അവിടെ തിയാൻജിനിൽ വെച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലെ വളരെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ, അത് പ്രത്യയശാസ്ത്ര, മാധ്യമ, സാംസ്കാരിക മേഖലകളുടെ ചുമതലക്കാരനായ കായ്ചിയുമായി വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യമുണ്ട്. ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഘടനയിൽ നിന്ന് നോക്കിയാൽ CPIM നേതൃത്വത്തിൽ വരുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ സ്ഥിരമായി നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഈ ലോകത്തെ ഏകപക്ഷീയമായ നടപടിക്രമങ്ങൾ അത് അപകടകരമാണ്. ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ ഇങ്ങനെ പണയപ്പെടുത്തരുത്, ഈ വിധം ഇങ്ങനെ അടിമപ്പെടരുത്, നമ്മൾ ആ നിലയിൽ ഒരു തന്ത്രപ്രധാന പങ്കാളിയായി അങ്ങനെ പൂർണ്ണമായും വീണു പോകാൻ പാടില്ല എന്ന നിരന്തര വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഈ ഇടത് പാർട്ടികൾ രാജ്യത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ചൈനയെ പോലുള്ള രാജ്യങ്ങളുമായി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കണം, പരസ്പര വിശ്വാസവും സഹകരണവും ആർജിക്കേണ്ടതുണ്ട് എന്ന നിലപാടുകൾ മുന്നോട്ട് വെച്ചു. അന്ന് അതിനെയെല്ലാം അതിനിശ്ചിതമായ പരിഹാസത്തോടെ രാഷ്ട്രീയമായി മറുപടി പറയാനോ ആക്ഷേപിക്കാനോ ശ്രമിച്ചിട്ടുള്ളതാണ് രാജ്യത്തെ സംഘ് പരിവാർ. കേരളത്തിലെ ചാനൽ ചർച്ചകളിലേക്കൊക്കെ വരുന്ന BJP വക്താക്കൾ നമ്മുടെ സംസ്ഥാനത്തെയോ രാജ്യത്തെയോ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ നേരെ ചൈനയിലേക്ക് പോയി ആക്ഷേപിച്ച കാലമൊക്കെ സാന്ദർഭികമായി ഓർത്തു പോവുകയാണ്. ഡോക്ടർ പി ജെ വിൻസെൻ്റ്, അങ്ങനെയുള്ള നമ്മുടെ സംവിധാനത്തിനകത്ത്, നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു തിരിച്ചറിവോടെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിർബന്ധിതമായി മാറുകയാണോ ഇപ്പോൾ ഈ ഉച്ചകോടിക്ക് ശേഷമുള്ള സാഹചര്യം വിലയിരുത്തിയാൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അതെ. ഈ വിദേശ നയം മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ റീഷേപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ട്രംപിന് മുന്നേ ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇന്തോ അമേരിക്കൻ ബന്ധങ്ങൾ പോലെ ആയിരുന്നില്ല ട്രംപിന്റെ ഒന്നാമത്തെ കാലഘട്ടം. രണ്ടാം ഘട്ടത്തിൽ വരുമ്പോൾ അതിന്റെ രൂപം മാറി. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അമേരിക്ക ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം പ്രഖ്യാപിച്ചതിനു ശേഷം ഇന്ത്യ അമേരിക്കയോട് കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അമേരിക്കയുടെ ഒരു ജൂനിയർ പങ്കാളിയായി തന്ത്രപരമായി ഏഷ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ നേരിടുന്ന ആഭ്യന്തര സുരക്ഷാ ഭീഷണി ഏറ്റവും ശക്തമായത് ഭീകരവാദമാണ്. അപ്പോൾ ഭീകരവാദത്തിനെതിരായിട്ട് ഒരു ആഗോള സഖ്യം ഉണ്ടാകുന്നു, അതിൽ ഇന്ത്യ ശക്തമായി പങ്കെടുക്കുന്നു എന്നുള്ളതായിരുന്നു. ഇത് 2016 ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ഇത് തന്ത്രപരമായ സഹകരണത്തിൽ നിന്ന് ഒരു സഖ്യത്തിന്റെ രൂപം കൈവരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ശീത യുദ്ധാനന്തര ലോകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട, വളർന്നു വരാൻ സാധ്യതയുള്ള അമേരിക്കയുടെ ആധിപത്യത്തെ, ഹെജിമണിയെ ചെറുക്കാൻ കഴിയുന്ന സഖ്യം എന്ന് വിവരിക്കപ്പെട്ടതാണ് റിക് കൂട്ടായ്മ, റഷ്യ ഇന്ത്യ ചൈന കൂട്ടായ്മ. ആ കൂട്ടായ്മ മുന്നോട്ട് പോകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അനുദിനം വർദ്ധിച്ചു വന്ന കഴിഞ്ഞ 2 ദശാബ്ദത്തിനുള്ളിൽ ശക്തിപ്പെട്ട ഇന്തോ അമേരിക്കൻ ബന്ധങ്ങളും ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളുമായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നമ്മളുടെ അയൽക്കാരെ മാറ്റാൻ സാധിക്കും, സുഹൃത്തുക്കളെ മാറ്റാൻ സാധിക്കും, പക്ഷെ അയൽക്കാരെ മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു പ്രമാണമാണ്. അപ്പോൾ റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 3 രാജ്യങ്ങളും അയൽ രാജ്യങ്ങളാണ്. 1. 2, ഈ 3 രാജ്യങ്ങളും ആണവ ശക്തികളാണ്. ഈ 3 രാജ്യങ്ങൾ ഏറ്റവും അധികം ജനസംഖ്യയുള്ള, അന്ന് ചൈനയായിരുന്നു, ഇപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം. ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്, ചൈന 2ാമത്തെ സാമ്പത്തിക ശക്തിയാണ്, റഷ്യ 10ാം സ്ഥാനത്ത് നിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് റഷ്യ. ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഈ 3 രാജ്യങ്ങൾ സഹകരിക്കാൻ തീരുമാനിച്ചാൽ. എന്നാൽ അത് യാഥാർത്ഥ്യമായില്ല. ഇന്ന് നമ്മൾ ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിൽ, അത് ഷാങ്ഹായ് 5 എന്ന് പറഞ്ഞ 1996 ആരംഭിച്ച ഒരു സഹകരണ കൂട്ടായ്മയാണ്. അത് ഇന്ന് 10 സ്ഥിരാംഗങ്ങളും 2 ഒബ്സർവേഴ്സുമായിട്ട് വലിയ ഒരു തേർഡ് വേൾഡ് അഥവാ ഗ്ലോബൽ സൗത്തിന്റെ ഒരു പ്രാതിനിധ്യം അവകാശപ്പെടാവുന്ന ഒരു സംഘമായി വളർന്നു. അവിടേക്ക് നമ്മൾ എത്തുമ്പോൾ പഴയ റിക്, ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിലിന്റെ കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ കേന്ദ്ര സ്ഥാനത്തേക്ക് ഇന്ത്യ ചൈന റഷ്യ സൗഹൃദം വരികയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇനി അങ്ങോട്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനെ തന്നെ നയിക്കുന്നത് ഈ ത്രിമൂർത്തി സഖ്യം ആയിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.